കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അഡ്മിന് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും, അതായത് ഒരു ടേബിൾ എങ്ങനെ അഡ്മിന് അതിൻ്റെ അകത്തേക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഒരു ടേബിള് അഡ്മിന് എങ്ങനെ ബാക്കെൻഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് വരെയാണ് പറഞ്ഞത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കെൻഡ് ആ ടേബിളിലേക്ക് നമുക്ക് എങ്ങനെ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഇമേജ് ഉള്ളത് കൊണ്ടിട്ട് ആ ഇമേജിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഇമേജ് ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ എന്ന് പറഞ്ഞ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ബേസ് ഡയറക്ടറിയുടെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാറ്റിക് ഫോൾഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത മാതിരി തന്നെ ഈ മീഡിയയുടെ ഫോൾഡറും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അതിൻ്റെ ഡോക്യുമെന്റേഷൻ വരുന്നത്, അവിടെയാണ് ഇമേജസും CSSും ജാവാസ്ക്രിപ്റ്റും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ഈ മീഡിയയുടെ ഇതും കൂടി കൊടുക്കാം. ഇവിടെ സ്റ്റാറ്റിക് URL അതിന് ഇവിടെ മീഡിയ URL ആയിരിക്കും. _URL ഇതിനകത്ത് മീഡിയ ദെൻ നമുക്ക് അതിൻ്റെ റൂട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയ _റൂട്ട് ജോയിൻ. ഫസ്റ്റ് വരുന്ന ഏത് ഫോൾഡറിൻ്റെ അകത്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അത് ബേസ് ഡയറക്ടറിയുടെ ഉള്ളിലാണ്. അത് ബേസ് ഡയറക്ടറി കൊടുക്കുക. ബേസ് ഡയറക്ടറി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫോൾഡറിൻ്റെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെയിം കൊടുക്കുക, മീഡിയ. ഓക്കെ, ഇത്രയും സേവ് ചെയ്യുക. സെറ്റിങ്സ് സേവ് ചെയ്തു. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ URL-നകത്ത് ഈ ഒരു ഇതിൻ്റെ മീഡിയയുടെ ഇതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ URL patterns = URL patterns പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്ന കോഡ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള URL പാറ്റേൺസിന് പുറമെ പ്ലസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതും കൂടി ഉണ്ട്, സ്റ്റാറ്റിക്. അത് മീഡിയയുടെ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സെറ്റിങ്സ് .media URL then document root _root things. _root സെറ്റിങ്സിൽ കൊടുത്താൽ അത് രണ്ടും നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട്. URLs.py സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അകത്ത് രണ്ട് എറർ വന്ന് കിടക്കുന്ന ഒന്ന് സ്റ്റാറ്റിക്കിൻ്റെ രണ്ടാമത്തെ സെറ്റിങ്സും ആണ്. അത് രണ്ടും ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. Django. Then static ആണ് അത്, അതും കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ രണ്ട് മൊഡ്യൂൾസ് ഇമ്പോർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള എറർ കാര്യങ്ങളൊക്കെ മാറി.
ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്ക് ഇനി ഡാറ്റ ബാക്കെൻഡിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡാറ്റ എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം ഞാൻ ഒന്ന് റൺ സെർവർ ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട മാതിരി തന്നെ /admin ഇട്ടിട്ട് ദെൻ /admin ഇടുക. /admin ഇട്ടിട്ട് നമുക്ക് ഇവിടെ ബുക്സിന്റെ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ബുക്സിന്റെ ആ ഒരു ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഫീൽഡ് ഉള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് വരുന്നുണ്ട്. ടൈറ്റിൽ, ഓതർ, പിന്നെ ഡിസ്ക്രിപ്ഷനും ഇമേജുമാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നമ്മൾ ഫ്രണ്ട് എൻഡിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ടെംപ്ലേറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന കുറച്ച് ബുക്ക് ഉണ്ട്. അത് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്ത് കാണിക്കാം. എന്നിട്ട് ജസ്റ്റ് അത് എന്താ ബാക്ക് എൻഡിൽ ആഡ് ആവുന്നതും ടേബിളിൽ നിന്ന് പിന്നീട് റിട്രീവ് ചെയ്യുന്ന കാര്യങ്ങളും കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ആ ഒരു ഇതെല്ലാം കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു 4 ബുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അതെങ്ങനെയാണ് ആഡ് ഇതാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. പിന്നീടുള്ളത് ഒരു 4 ബുക്കും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്തു. ഇനി നമുക്ക് ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് ഇമേജ് നമ്മുടെ ഒരു ഫോൾഡറിൽ കിടക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൽ നിന്ന് നമുക്കത് കൊടുക്കുക. ഓപ്പൺ ആക്കി കൊടുക്കുക. സേവ് ചെയ്യുക. നമ്മൾ നോക്കുവാണെങ്കിൽ ബുക്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ബുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എഡിറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒന്ന് ഇതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളൊരു 3 ബുക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ഒരു പർട്ടിക്കുലർ ആഡ് ചെയ്യേണ്ട ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു 3 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കുവാണെങ്കിൽ ഞാനൊരു 4 ബുക്കിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ കണ്ട അതേ ബുക്സിന്റെ കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അന്ന് ഓർഡർ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് ബാക്ക് എൻഡിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. മൈ അഡ്മിൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ടേബിളിന്റെ നെയിം നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് വ്യൂ ഡാറ്റ നോക്കുക. വ്യൂ ഓൾ റോസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത അത്രയും ബുക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബാക്ക് എൻഡിൽ ഈ ടേബിളിലേക്ക് സേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് റിട്രീവ് ചെയ്യാൻ പറ്റുക. അതായത് നമുക്കിപ്പോൾ ബാക്ക് എൻഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കാണിക്കുന്നു. അതായത് അഡ്മിൻ കുറച്ച് പുസ്തകങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫ്രണ്ട് എൻഡിൽ ഒരു എന്താണ് ആ സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ കാണണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നമ്മൾ ഈ ഹോം പേജ് ആക്സസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ആ ഒരു HTML പേജിനകത്ത് കൊടുത്തിരിക്കുന്ന ബുക്കുകളാണ്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിൽ അഡ്മിൻ ആഡ് ചെയ്ത പുസ്തകങ്ങൾ ഇവിടെ കാണണം. അതായത് ആ ടേബിളിലുള്ള ഡാറ്റ നമുക്ക് ഇവിടെ വ്യൂ ചെയ്ത് കിട്ടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബാക്കി ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് ഈ ടേബിളിൻ്റെ അകത്ത് കിടക്കുന്ന ഒബ്ജക്ട്സിനെ നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വ്യൂസിൻ്റെ അകത്ത് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. x equal to എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്തേക്ക് നമ്മുടെ മറ്റേ ഇവിടെ കിടക്കുന്ന നമ്മുടെ ബാക്കിൻ്റെ കിടക്കുന്ന എല്ലാ ബുക്കിനെയും ആക്സസ് ചെയ്യാൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇൻഡെക്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്താണ് ഇപ്പൊ നമ്മുടെ ബാക്ക് എൻഡിലുള്ള ഡാറ്റ മുഴുവനും ഈ ഒരു വേരിയബിളിനകത്താണ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് ഒരു ഡിക്ഷണറി ആയിട്ട് നമുക്ക് എവിടേക്ക് പാസ് ചെയ്യണം, ഇൻഡെക്സ് ഡോട്ട് HTML പാസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ അതിന്റെ വാല്യൂസ് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ വേണം. കീൻ്റെ അകത്തേക്ക് വേണം ഈ വാല്യൂസ് ഒക്കെ പാസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതും ബുക്സ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു സ്പെല്ലിങ്ങിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ വാല്യൂ പാസ് ചെയ്യുക. ബുക്സിലാണ് വാല്യൂ ഇരിക്കുന്നത്. ആ ഒരു ബുക്സ് സോറി അതാണ് അവരോട് വന്നിരിക്കുന്നത് ക്യാപിറ്റൽ B. ഓക്കെ, ബുക്സ് എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് വാല്യൂസ് ഇരിക്കുന്നത്. അതും കൂടി ഒന്ന് പാസ് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് ഇൻഡെക്സ് ഡോട്ട് HTML അകത്ത് ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ട് ഇവിടെ ഡാറ്റ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് രണ്ടാമത്തെ ബുക്ക് തുടങ്ങി നമുക്ക് ആവശ്യമില്ല. അതിന്റെ ഡാറ്റ കളയാം. നമുക്ക് മൊത്തം എല്ലാത്തിനെയും കളയാനുള്ളതാണ്. പക്ഷെ രണ്ടാമത്തെ തുടങ്ങി ലാസ്റ്റ് ബുക്ക് വരെ ഉള്ളത് ജസ്റ്റ് കളയാം. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഒറ്റൊരു പുസ്തകത്തിന്റെ മാത്രം സോറി ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഒരു പുസ്തകത്തിന്റെ മാത്രമേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇതെന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ആൽക്കമിസ്റ്റിന്റെ മാത്രമേ ഡീറ്റെയിൽസ് വരുള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫോർ ലൂപ്പ് കൊടുക്കുക. അത് ജിഞ്ച ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. സോ ബ്രാക്കറ്റ് മോഡുലസ് സിമ്പൽ അതിൻ്റെ ഉള്ളിൽ വേണം ഫോർ കൊടുക്കാനായിട്ട്. ഫോർ വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂസിൻ്റെ അകത്ത് നിന്ന് പാസ് ചെയ്ത ബുക്കാണ്. അപ്പൊ അതിന് ആദ്യം ഫോറിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിൾ വേണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്ത ആ ഡിക്ഷണറിയുടെ കീ ആണ് ഇവിടെ റെഫർ ചെയ്യേണ്ടത്. ഡിക്ഷണറിയുടെ ഈ ബുക്സ് എന്ന് പറയുന്ന കീ ആണ് ഇവിടെ റെഫർ ചെയ്യേണ്ടത്, ഇൻ ബുക്സ്. ഓക്കെ, ഇത് അത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇമേജ് ഇവിടെ കൊടുത്തേക്കുവാണ്. ഇങ്ങനെ ഇമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമേജ് ജസ്റ്റ് നമ്മളിങ്ങനെ ഇനി നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് സ്റ്റാറ്റിക് വാല്യൂ ആണ്. ആ സ്റ്റാറ്റിക് വാല്യൂ മാറ്റാൻ പോവാണ്. ഇതിന്റെ സോഴ്സ് ഇവിടെ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഡബിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആയിട്ട് ബുക്ക്, അതായത് ഈ വേരിയബിളിൻ്റെ അകത്തുള്ള ആദ്യം വരുന്ന ഡോട്ട് ഇമേജ് ഡോട്ട് img.url കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതെല്ലാം മാറ്റി കൊടുക്കുക. നമുക്ക് അതിന്റെ ടൈറ്റിൽ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ വരുമ്പോൾ എങ്ങനെയാവും, ബുക്ക് ഡോട്ട് ടൈറ്റിലാവും. അതുപോലെ എല്ലാത്തിനും മാറ്റി കൊടുക്കുക. ബുക്ക് ഡോട്ട് ഓത്തർ
book.tsc ആണെന്ന് തോന്നുന്നു. book.tsc ആയിരിക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാണ്. DSC എന്നായിരുന്നു അതിൻ്റെ ഫീൽഡ് നെയിം. അപ്പോൾ എല്ലാത്തിൻ്റെ ഫീൽഡ് നെയിം കൊടുത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി സെർവർ ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. ബുക്സ് എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾ നമ്മൾ അസൈൻമെന്റിന് മുന്നേ റെഫറൻസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു എറർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തായിരിക്കും ബുക്സ് equal to books.objects. ഓക്കെ, മോഡൽസ് ഇമ്പോർട്ട് ബുക്സ്. ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, ബുക്സ് ഇതിപ്പോൾ എൻഡ് 4 ഇല്ലാത്തതിൻ്റെയാണ്. അത് നമ്മളെപ്പോഴും 4ഉം ഇഫും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഡും കൂടി ചെയ്യാനൊന്ന് ഓർത്തേക്കണം. ആ ഒരു പർട്ടിക്കുലർ ഡിവ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു എൻഡ് 4ഉം കൂടി ജിഞ്ചർ ഫോർമാറ്റിൽ തന്നെ കൊടുക്കണം. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാക്കെൻഡിൽ നിന്ന് ഡാറ്റയൊക്കെ ആഡായി. ഇപ്പം നേരത്തെ നമ്മൾ സ്റ്റാറ്റിക്കലി കൊടുത്ത മാതിരിയല്ല. ഇപ്പം അതിൻ്റെ ഒരു ഓർഡർ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ഞാൻ ബാക്കെൻഡിലേക്ക് ഡാറ്റ ആഡ് ചെയ്ത് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ഫ്രണ്ട്-എൻഡിലേക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എങ്ങനെയാണ് ബാക്കെൻഡിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. താങ്ക് യു.